ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ ഒരുപാട് കുഞ്ഞു പാപ്പകളൊക്കെ ഇവിടെ അണിഞ്ഞ് ഒരുങ്ങിയിട്ടുണ്ട്. ഇവിടെ ഒരുപാട് കുഞ്ഞു പാപ്പകളൊക്കെ എത്തിയിട്ടുണ്ട്. എവിടെന്നാ? എവിടെ? കപ്പ് തൂക്കോ? ഉഷാറില്ലല്ലോ, ആർക്കും ആരോഗ്യമില്ലല്ലോ. ഡാൻസ് തുടങ്ങിക്കഴിഞ്ഞാൽ, അതായത് ഈ പപ്പ നൃത്തം ആരംഭിച്ചു കഴിഞ്ഞാലായിരിക്കും എല്ലാവരും വലിയ ആഘോഷം. ഇത്തവണ കപ്പടിക്കോ? പൊന്നുക്കര കപ്പടിക്കുന്നതാണ് പറയുന്നത്. പക്ഷെ ആരും വിട്ടുകൊടുക്കാൻ, ചെറിയ കുട്ടികൾ മുതൽ വലിയ ആളുകൾ വരെ ഈ ബോണ്ടത്താലയുടെ ഭാഗമായി, അതിന് പ്രത്യേകിച്ച് മതത്തിന്റെയോ പ്രായത്തിന്റെയോ ഒന്നും അതിർവരമ്പുകളില്ല. എല്ലാവരും ഈ ബോണ്ടത്താല ഏറ്റെടുത്ത് ഇന്നത്തെ ദിവസം തൃശ്ശൂർ റൗണ്ടിലേക്ക് എത്തുന്നു. അതിന്റെ കാഴ്ചയാണ് ഈ കാണുന്നത്. എവിടെന്നാണ് നിങ്ങളെവിടെ? കപ്പടിക്കോ? കപ്പടിക്കാനുള്ള അടിക്കും. എല്ലാവരും കപ്പടിക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തിലാണ് അത്. അതിനിപ്പോ അല്പസമയത്തിനകം തന്നെ ഇവർ ഈ പാട്ടിനനുസരിച്ച് ഒരേ താളത്തിൽ നൃത്തം വെക്കും. ഏകദേശം ഒരു 3 മാസത്തെ തയ്യാറെടുപ്പാണ്. ആ തയ്യാറെടുപ്പിനൊടുവിലാണ് ഈ ബോണ്ടത്താല ഒരു യാഥാർത്ഥ്യമായി എല്ലാ വർഷവും വരുന്നത്. അത് അല്പസമയത്തിനകം തന്നെ തൃശ്ശൂർ റൗണ്ടിലേക്ക് എത്തും. അനുഭവം അതാണ്. 15,000 പാപ്പമാർ നഗരം കീഴടക്കാൻ പോവുകയാണ്. ഇപ്പോൾ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. വിവിധ പ്രായത്തിലുള്ള വനിതാ പാപ്പമാരുണ്ട്, കുട്ടികളുണ്ട്, പ്രായമുള്ളവരൊക്കെ ഉണ്ട്. അങ്ങനെ ക്രിസ്മസ് പാപ്പമാരെ കൊണ്ട് തൃശ്ശൂർ നഗരം നിറഞ്ഞിരിക്കുകയാണ്. ബോൺ നഥാലെ എന്നാൽ നേരത്തെ വിഷ്ണു സൂചിപ്പിച്ചതുപോലെ അതൊരു ഇറ്റാലിയൻ വാക്കാണ്. മെറി ക്രിസ്മസ് എന്നാണ് പേര്, അതിനർത്ഥം. അപ്പോൾ ബോൺ നഥാലയിലേക്ക് കടക്കുമ്പോൾ നമ്മളും പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി മെറി ക്രിസ്മസ് പറയുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.